നമസ്കാരം. നമ്മൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ നിറയെ കാണുന്ന പരസ്യങ്ങളുണ്ട്. ഓരോന്നിനെ പറ്റി, തടി കുറയ്ക്കുന്നതിനെ പറ്റി, കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനെ പറ്റി, ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാൻ. ഈ പരസ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും കള്ളപ്പരസ്യങ്ങളാണ്. ഇതിൻ്റെ പുറകെ പോകരുത്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ, കരളിൻ്റെ ആരോഗ്യം കൂട്ടാൻ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ വാങ്ങിക്കഴിക്കരുത്. ലൈംഗിക ബലക്കുറവിന് മരുന്നുകൾ, ഇതെല്ലാം ശുദ്ധ അബദ്ധങ്ങളാണ്. ഇതൊക്കെ വാങ്ങിക്കഴിച്ചാൽ പല പാർശ്വഫലങ്ങളും ഉണ്ടാവും. അതിനാൽ ഇതൊന്നും വാങ്ങിക്കഴിക്കരുത്. പലർക്കും ഉള്ള ഒരു ആകുലതയാണ് ലൈംഗിക ശേഷി കുറവ്. യഥാർത്ഥത്തിൽ ലൈംഗിക ശേഷി ഭൂരിപക്ഷം ആൾക്കാരിലും കുറയുന്നില്ല. അവർക്ക് സ്വന്തം ഇണയിൽ ഉള്ള ആകാംക്ഷ കുറയുമ്പോൾ ആ ഒരു പെർഫോമൻസ് കിട്ടാത്തതാണ്. അല്ലാതെ അവരുടെ ലൈംഗിക ശേഷി കുറയുന്നതല്ല. 99%. പിന്നെ അല്ലെങ്കിൽ അതുപോലെ ക്രോണിക്കായിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് ഒക്കെ അത് വരാം. എന്നാലും സാധാരണ ഒരു മനുഷ്യന്, വലിയ കാര്യമായ ആരോഗ്യ പ്രശ്നമില്ലാത്തൊരു മനുഷ്യന് ലൈംഗിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവർക്ക് സ്വന്തം ഇണയിൽ താല്പര്യം തോന്നാത്തത് അവർക്ക് സ്വന്തം ഇണയിലുള്ള ആകാംക്ഷ കുറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് മാറ്റാൻ യാതൊരു മരുന്നുകളുമില്ല. അതാണ് സത്യം. കാരണം വർഷങ്ങളായി ഒരു ഇണയുമായി സഹകരിച്ച് ജീവിച്ച് അവരുമായി അങ്ങ് താതാത്മ്യം പ്രാപിക്കും. നമ്മുടെ ശരീരം പോലെ തന്നെ അവരുടെ ശരീരവും നമ്മുടെ മനസ്സിൽ വരും. കാരണം ഒരു പ്രത്യേകതയോ ആകാംക്ഷയോ മറ്റ് കാര്യങ്ങളോ തോന്നാത്ത തരത്തിൽ അവരുടെ ശരീരം നമ്മളിലേക്ക് ലയിച്ചു ചേരും. കാരണം ആകാംക്ഷ തോന്നത്തക്ക തരത്തിലുള്ള പുതുമയൊന്നും പിന്നീട് വരാത്തതുകൊണ്ട് നമുക്ക് അവരിൽ ലൈംഗികത കുറയും. അതിന് കണ്ട മരുന്നുകളൊക്കെ വാങ്ങിച്ച് കഴിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. ആയുർവേദത്തിൽ പല മരുന്നുകളും പറയാറുണ്ട്. പക്ഷേ ആ മരുന്നുകളൊന്നും ലൈംഗികതയ്ക്ക് നേരിട്ടുള്ളതല്ല. ശരീരബലം കൂട്ടും, അപ്രകാരമൊക്കെ ഉള്ളൂ. പിന്നെ അലോപ്പതിയിൽ ചില മരുന്നുകളുണ്ട്, വയാഗ്ര പോലുള്ള മരുന്നുകൾ. അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കൂട്ടും, രക്തസമ്മർദ്ദം കൂട്ടും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ലിംഗത്തിലേക്കും പ്രവേശിക്കും. അപ്പോൾ പെർഫോമൻസ് കൂടും. അങ്ങനെയുള്ള മരുന്നുകളാണ്. അങ്ങനെയുള്ള മരുന്നുകളുടെ സ്ഥിരമായ ഉപയോഗം നമ്മുടെ ജീവനെ തന്നെ ഹനിക്കാൻ സാധ്യതയുണ്ട്. അത് മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ, വല്ലപ്പോഴും അങ്ങനെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ലായിരിക്കാം. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അത് അപകടകരമാണ്. രക്തസമ്മർദ്ദം കൂട്ടും. ഹൃദ്രോഗമുള്ളവർക്ക് ഹൃദ്രോഗം വരാൻ സാധ്യത വരും. തലച്ചോറ് ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. അതായത് ബ്ലഡ് പ്രഷർ വളരെയേറെ കൂട്ടുകയാണ്. സ്വാഭാവികമായ ലൈംഗികത ഉണ്ടായില്ലെങ്കിൽ ഉള്ളത് വെച്ച് അനുഭവിക്കുക. നമ്മൾ മരിക്കുന്നിടം വരെ 18ാമത്തെ വയസ്സിലെ ലൈംഗികത ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഇതിനൊക്കെ നാശമുണ്ടാകും. ഇതൊക്കെ കുറയും. ഇതൊക്കെ കുറയണം. കുറഞ്ഞില്ലെങ്കിൽ ആ പ്രശ്നം. ഇതൊക്കെ കുറയാതെ നിൽക്കുകയും നമുക്ക് അവസരമില്ലാതെ വരികയും ചെയ്താലുള്ള ആ വിമിഷ്ടവും അരാജകത്വവും വിഭ്രാന്തിയും ഒന്ന് ഓർത്തു നോക്കുക. അതിനാൽ പ്രകൃതി തന്നെ ഇത് കുറയ്ക്കും. നമുക്ക് ലൈംഗികത തരുന്നത്, നമുക്ക് ലൈംഗികത ഉണ്ടാക്കുന്നത് പ്രത്യുൽപാദനത്തിലാണ്. അല്ലാതെ നമ്മളെ വെറുതെ സൂചിപ്പിക്കാനല്ല പ്രകൃതി ലൈംഗികത നമുക്ക് തരുന്നത്. നമ്മുടെ സുഖം നമ്മുടെ മനുഷ്യൻ അല്ലെങ്കിൽ ജന്തുക്കളൊന്നും സൂചിച്ചോട്ട് എന്ന് വെച്ച് തരുന്നതല്ല. പ്രത്യുൽപാദനം മാത്രമാണ് പ്രകൃതിയുടെ ലക്ഷ്യം. പ്രത്യുൽപാദനത്തിന് ജന്തുക്കൾ വെറുതെ മെനക്കെടില്ല. അപ്പോൾ അതിന് അത്ര വലിയ സുഖം കൊടുക്കും. സുഖം കൊടുക്കുമ്പോൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടും. അതാണ് കാര്യം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആസ്വാദ്യത ലൈംഗികതയിൽ മാത്രമല്ല, ഉള്ളതൊക്കെ വെച്ച് പെരുമാറി പോകുന്നതാണ് നല്ലത്. കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി കൃത്രിമ മരുന്നുകൾ ഒന്നും ഉപയോഗിക്കരുത്. ഏറ്റവും കൂടുതൽ മനുഷ്യർ കഴിക്കുന്ന മരുന്നുകൾ അമിതവണ്ണം കുറയ്ക്കാൻ, ശരീരഭാരം കുറയ്ക്കാൻ, പിന്നെ കരളിന് നല്ലത്, ബുദ്ധിക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞുള്ള പല മരുന്നുകളും കഴിക്കും. ക്യാൻസറിന് വരെ മരുന്നുകൾ നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്. ഈ മരുന്നുകളൊക്കെ കഴിച്ച് നമ്മൾ നിത്യരോഗികളായി പോകും, അല്ലെ നമ്മൾ തട്ടിപ്പോവും. ഒരു കാരണവശാലും ഈ പരസ്യങ്ങൾ തുറന്നു നോക്കുക പോലും ചെയ്യരുത്. വെറുതെ ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യരുത്. സ്റ്റെതസ്കോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് പല വിദ്വാൻമാരും ഡോക്ടർമാരാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നത് കാണാം പലതിനും.
അതുപോലെ തന്നെയാണ് ഈ ജിമ്മിൽ പോകുന്ന യുവതലമുറയെ പിഴപ്പിക്കുന്ന കുറേ മരുന്നുകൾ, പ്രോട്ടീൻ പൗഡറുകൾ, ശുദ്ധ കളിപ്പീര, അതിലൊക്കെ സ്റ്റിറോയിഡിൻ്റെ അംശമുണ്ട്. പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നതും ഹോർമോൺ മരുന്നുകൾ കഴിക്കുന്നതും ഒക്കെ വളരെ അനാരോഗ്യകരമാണ്. കൃത്രിമമായി പെട്ടെന്ന് നമുക്ക് മസിൽ ഗെയിൻ ഉണ്ടാകും. ആ മസിൽ ഗെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു കൃത്രിമ മരുന്നാണ്, പ്രകൃതിയാലുള്ളതല്ല, നാച്ചുറൽ അല്ല. അങ്ങനെ ഉണ്ടായാൽ അതിനൊരു അവസാനവും ഉണ്ടാകും, അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും. കാരണം ഇത് കൃത്രിമമാണ്. ആ മരുന്ന് നിർത്തിയാൽ നമ്മൾ പഴയതുപോലെ അതിനും പിന്നോട്ട് പോകും. ഒരു കാരണവശാലും നമ്മുടെ നാച്ചുറൽ അല്ലാത്ത ഒരു സാധനം ഉപയോഗിക്കരുത്. പിന്നെ പ്രോട്ടീൻ ആയാലും വൈറ്റമിൻ ആയാലും ഈ ഗുളികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട്, നല്ലൊരു ഡോക്ടറെ കണ്ട് നമ്മുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് അപ്പോൾ മാത്രം കഴിക്കുക. ആ കഴിക്കേണ്ടുന്ന അളവ് മാത്രം കഴിക്കുക. ദിവസവും കഴിക്കേണ്ടുന്ന ഒരു വൈറ്റമിൻ ടാബ്ലറ്റുമില്ല, പ്രോട്ടീനുമില്ല, ഒന്നുമില്ല. നമ്മൾ ദിവസവും കഴിക്കേണ്ടത് ആഹാരം മാത്രമാണ്. ആ ആഹാരത്തിൽ ഈ പ്രോട്ടീനും മിനറലും ഒക്കെ ഉള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിൽ തരക്കേടില്ല. കാരണം ആഹാരത്തിൽ ഇപ്പോൾ എത്ര കൂടുതൽ പ്രോട്ടീനുള്ള സാധനം കഴിച്ചാലും അത് എല്ലാം ആഗീകരണം ചെയ്യില്ല ശരീരം. ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കൂ. പക്ഷേ ഗുളിക രൂപത്തിലോ ഇഞ്ചക്ഷൻ രൂപത്തിലോ ഒക്കെ ചെന്നാൽ അത് മൊത്തം ശരീരം ആഗീകരണം ചെയ്യും. കാരണം അത് ശരീരത്തെ സ്വീകരിപ്പിക്കാനുള്ള ചില സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിനും അതിലുണ്ടാകും. ഇതൊന്നും ആരും പറയില്ല. ഇതൊക്കെ വാങ്ങിക്കഴിച്ച് നമ്മുടെ യുവതലമുറ നശിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാകാൻ നമുക്ക് ഇത്രത്തോളം ഒന്നും ചെയ്യേണ്ടുന്ന കാര്യമില്ല. കൃത്യമായി ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും അസ്വസ്ഥയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ ഡെഫിഷ്യൻസിയൊക്കെ മനസ്സിലാക്കുക, അതിന് വേണ്ടുന്ന മരുന്നുകൾ കഴിക്കുക. അതുണ്ടായി കഴിയുമ്പോൾ നിർത്തുക, പിന്നെ ഇടയ്ക്കൊക്കെ നോക്കുക. നിസ്സാരമായി ജീവിച്ചാൽ മതി. എനിക്ക് 58 വയസ്സുണ്ട്. ഞാൻ വൈറ്റമിൻ ഡിയുടെ ഗുളികയല്ലാതെ മറ്റൊരു ഗുളിക കഴിച്ചിട്ടില്ല. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എനിക്കുണ്ട്. അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തോടെ മനസ്സിലായി. അത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യും, കുറയുകയാണെങ്കിൽ കഴിക്കും. അത് കഴിക്കണം. പരിശോധനകളിൽ മറ്റ് ഡെഫിഷ്യൻസി ഒന്നും എനിക്കില്ല. ആവശ്യമില്ലാത്ത മരുന്നുകൾ ഞാൻ കഴിക്കാറുമില്ല. പിന്നെ പനി വന്നാലുടൻ പാരസെറ്റമോൾ കഴിക്കുന്ന പല വിദ്വാൻമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏറ്റവും അപകടകരമാണ്. ഈ പനി വന്നാൽ സ്വയം സഹിച്ച് പനിയെ തോൽപ്പിക്കുക. ചൂട് വന്നാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. പനി ചിലപ്പം വളരെ ചൂട് വരും, അത് തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കുളിച്ചാൽ ആ ചൂട് കുറയും. ചിലർ പറയും തണുത്ത വെള്ളത്തിൽ കുളിക്കരുതെന്ന് പറയും. എന്നാൽ അങ്ങനെയല്ല. പാശ്ചാത്യരൊക്കെ അങ്ങനെയാണ്. പനി വന്ന് ശരീരത്തിന് ചൂട് കൂടുകയാണെങ്കിൽ ഒന്നിൽ അവർ തണുത്ത തുണിയിട്ട് ശരീരം തണുപ്പിക്കും, അല്ലെങ്കിൽ അവർ തണുത്ത വെള്ളത്തിൽ കുളിക്കും. പാരസെറ്റമോൾ കഴിച്ച് ചൂട് കുറയ്ക്കരുത്, പറ്റുവോളം. ഇനി പറ്റാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഓരോരുത്തരിടുന്ന ഓരോ വീഡിയോകളുണ്ട്. ചില ഒറ്റമൂലികൾ, ചില വേരുകൾ അരച്ച് കുടിച്ചാൽ ഷുഗർ കുറയും, പ്രഷർ കുറയും, കൊളസ്ട്രോൾ കുറയും എന്നൊക്കെ പറഞ്ഞുള്ളത് വളരെ അപകടകരമാണ്. നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെ വിഷാംശമുള്ള സസ്യങ്ങൾ വളരെയേറെയുണ്ട്. ചിലതൊക്കെ നമ്മളുടെ അകത്ത് പോയാൽ, നമ്മൾ കഴിച്ചാൽ നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്ക് വളരെ ഹാനി ഉണ്ടാകുന്ന വളരെയേറെ സസ്യങ്ങളുണ്ട്. ഇതൊക്കെ ആരെയും ഉപദേശിച്ച് അരച്ച് കുടിക്കരുത്. ആയുർവേദ ചികിത്സ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ചെയ്യുക. അലോപ്പതി ആണെങ്കിലും അങ്ങനെ തന്നെ. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് ഗുളിക വാങ്ങിക്കരുത്. ഹോമിയോപ്പതി ആണെങ്കിലും ഏതാണെങ്കിലും എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും നല്ലതാണ്. അത് ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ഒറ്റമൂലികളും ഫേസ്ബുക്കിലെയും വാട്സാപ്പിലെയും ഒക്കെ ഉപദേശമനുസരിച്ചുള്ള ചില ചികിത്സകളും ഒക്കെ ഒഴിവാക്കണം. വളരെ അപകടകരമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ആ കുറച്ചു കാലം വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാം. അശ്രദ്ധമായി ഇതിൻ്റെയൊക്കെ പിന്നിൽ പോയാൽ വലിയ വില കൊടുക്കേണ്ടതായി വരും. തടി കൂട്ടാൻ പണ്ട് മരുന്നുകൾ കഴിച്ചവരുണ്ട്, അവരൊക്കെ നിത്യരോഗികളായിപ്പോയി. അതുപോലെ തന്നെയാണ് തടി കുറയ്ക്കാനും മറ്റു കാര്യങ്ങളൊക്കെ. നന്ദി, നമസ്കാരം.